ദൈവത്തിന് വിരോധമായ ഒന്നും നമ്മിൽ വലിച്ചു കയറ്റുവാൻ നാം തീരുമാനിക്കരുത്. We should not make a decision to put things upon us which are not according to the purpose and will of God. അന്നത്തെ കാലത്ത് അവർക്ക് വിലപിടിപ്പുള്ള സ്വർണ്ണവും വെള്ളിയും എല്ലാം അവർ അണിയിച്ചൊഴുക്കി നടക്കുകയാണ്. And during this time they put the gold and silver ornaments upon them. അതിന്റെ 6-ാം വാക്യം വരുമ്പോൾ When you come to the 6th verse, ഹോരേബ് പർവ്വതത്തിലേക്ക് അവർ കയറി. and they climbed Mount Horeb. അങ്ങനെ ഹോരേബ് പർവ്വതം തുടങ്ങി ഇസ്രായേൽ മക്കൾ പിന്നെ ആഭരണം ധരിച്ചില്ല. After the point of Mount Horeb, the children of Israel did not wear any more ornaments. എന്താണ് ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ആഭരണങ്ങൾ? What are the ornaments in the Pentecostal community അത് today? വെള്ളി പൊന്നും മാത്രമൊന്നുമല്ല. This is not just the silver or gold. നമ്മിൽ തന്നെ അണിയിച്ചെടുക്കുന്ന പല ആഡംബരങ്ങൾ അകത്തും പുറത്തുമുണ്ട്. There are certain things that we adore ourselves inside and outside. ദൈവം മോശയോട് പറഞ്ഞു, നിനക്ക് ഈ ഹോരേബ് പർവ്വതം കാണാമോ? And God said, can you go to the Horeb mountain? നിനക്ക് ഈ ഹോരേബ് പർവ്വതം കാണാമോ? Can you see Mount Horeb? ഇവിടെ ആയിരുന്നു നിന്റെ തുടക്കം. This will be your starting point. നിന്റെ ശുശ്രൂഷയുടെ തുടക്കം ഇവിടെ ആയിരുന്നു. Your ministry is going to start here. അഗ്നി കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടപ്പോൾ And when he saw the burning bush, നീ വിചാരിച്ചു 80 വയസ്സുള്ള നീ ചാടിക്കയറി അങ്ങോട്ട് ചെന്നാൽ ഇതൊക്കെ ഒന്ന് കാണാമെന്ന്. and you thought that this ministry ahead of you is going to be very easy for you. അപ്പൊ ദൈവം പറഞ്ഞത് കാലിലെ ചെരുപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. Then God said, take your sandals off. നടപ്പ് മാറ്റാത്തവന് തീയുടെ അനുഭവം ഉണ്ടാകത്തില്ല. If you know, unless you change your walk, you will not experience ഇന്ന് the പകൽ fire. ഞാൻ ഇന്നലെ നടന്ന പോലെ എന്നും നടക്കാൻ തീരുമാനിച്ചാൽ ദൈവമഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു അംശം പോലും കാണത്തില്ല. I have to remove every obstacle that I was wearing for all the past years to experience the fullness of His power this morning. Unless you change Hallelujah. your walk, you Hallelujah. will not see the glory of God. ഇന്ന് രാവിലെ ദൈവമഹത്വം കാണണമെങ്കിൽ നമ്മുടെ നടപ്പ് മാറ്റണം. We should change the way we walk to see the glory of God. എല്ലാവരും നടക്കുന്ന പോലെ നടക്കുവാൻ നമുക്ക് പ്രമാണമില്ല. We do not have commandments to walk like other people. ലോകം ചെയ്യുന്നതൊക്കെ ചെയ്തു കൂട്ടുവാൻ എനിക്കും നിങ്ങൾക്കും പ്രമാണമില്ല. We don't have commandments here to do like the world does. മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പ് നടപ്പ് മാറ്റിയാൽ നിന്റെ കയ്യിലുള്ള വടി താഴെയിടണം. And you have to take the sandals off and put your rod and staff down. We should walk and change our walk, then we have to change our walk style. നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു വ്യത്യാസം. There should be a change in our lifestyle. മോശ വടി നിലത്തിട്ടു. And Moses put his staff down. നമ്മളത് ഒത്തിരി വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. And I'm going to tell you the revelation that I got based on this. ഇത് ഉപദേശമൊന്നുമല്ല, ഉപദ്രവമില്ലെന്ന് ഞാൻ പറയുകയാണ്. And I'm going to tell like I think about it. അതെ, മോശയ്ക്ക് നിലത്തൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഒരു പാപമുണ്ടെന്ന്. And Moses realized there is a sin there. നമ്മുടെ കയ്യിലുള്ളിൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന പല വിഷയങ്ങളും താഴെ ഇട്ട് അറിയാനൊന്ന് പാപം പുറത്തു വരുന്നത്. And many times we hold certain things so fast in our hands. ഇത് സഭായോഗത്തിന് ചിലപ്പോൾ പുറത്തു വരത്തില്ല. Sometimes it will not come out during a church. ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോൾ കൈവയ്ക്കാൻ ഈ വടി എന്റെ കയ്യിലിരിക്കും. Sometimes even if I lift my hands up, the staff is still in my ഈ hand. വടി നിമിത്തമാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പട്ടണം വിട്ട് ഓടേണ്ടി വന്നത്. Sometimes because of this staff, I had to leave certain cities and run away. ദൈവ ദർശനമുള്ള നിന്നെ മിസ്രൈമിൽ ശുശ്രൂഷയുള്ള നിന്നെ നാട് കാണാതെ ഓടിച്ചതിന് കാരണം ഈ വടിയിൽ മറഞ്ഞിരുന്ന സർപ്പങ്ങളായിരുന്നു. Some of the serpents hidden in that staff of yours has been the cause of your failure. ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ അതൊന്ന് തിരിച്ചറിയണം. This morning you should discern നമ്മുടെ by പ്രവൃത്തികളിൽ പലതും ചുറ്റിപ്പറ്റി കിടക്കുന്ന പിശാചിന്റെ പിടികൾ ഇന്ന് പകൽക്കാലം അഗ്നിയുടെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തു വരും. This morning you have to drop down those works of the devil before the fire. ദൈവിക അഗ്നിയുടെ മുമ്പിൽ അവൻ വടി താഴെ ഇട്ടപ്പോൾ ആ പാപ് പുറത്തു വന്നു. And when Moses dropped that staff, the serpent came out. അങ്ങനെ പേടിച്ച് ഓടിയെന്ന് മോശ. And Moses ran away by fear. ഇത്ര നാളിലും പിടിച്ച് നടന്നാന്നറിയാമോ? How long he has been holding that staff? ഒന്ന് താത്തു വെച്ചാൽ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നെ ഭയം തോന്നും, അയ്യോ ഇതാണ് ഞാൻ കൊണ്ടു നടന്നത്. This morning when you drop that, you will be afraid. Was this the thing I was ഇന്ന് പകൽക്കാലം carrying? ദൈവസ്ഥലത്തിൽ സമർപ്പിക്കുന്ന വിഷയത്തിനകത്ത് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അത് ഇന്ന് രാവിലെ പുറത്തെടുക്കും. This morning heaven is going to bring out certain evil things in your hand. ദൈവം പറഞ്ഞതിന് വാലി പിടിക്കാൻ പറഞ്ഞത് വടിയായി മാറി. And God said, go hold it again, and it became staff again. ദൈവ വടിയുടെ പേര് മാറ്റി 4-ാമത്തെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വടി മോശ കയ്യിലെടുത്തു. And God changed the name of the rod to the rod of God. മോശ പേടിച്ച വടിയെ ഇപ്പോൾ ലോകം മുഴുവൻ ഭയപ്പെടാൻ തുടങ്ങി. And the rod that Moses was afraid of, the world started being afraid. നിന്റെ പ്രവൃത്തിയെ യഹോവയിൽ ഫലമേൽപ്പിച്ചാണ്. If you commit your ways to God. പിന്നെ മോശ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Moses started praying that, Lord, let the things of my hand be successful. ഒന്ന് നടപ്പ് മാറ്റി, അവന്റെ പ്രവൃത്തി മാറ്റി. Then he changed his words, he changed his ways. ഈ ഹോരേബിൽ സംഭവിച്ച കാര്യങ്ങൾ മൂന്നാമത് ദൈവം പറഞ്ഞ് ഹൃദയത്തിനകത്തോട്ട് കൈവച്ചു മാർബടത്തിലോട്ട് കൈയിടാൻ പറഞ്ഞു. And God said, put your hand into my armpit. അതല്ലേ അങ്ങനെ തന്നെ ആ കൈ അങ്ങോട്ടിട്ട് പുറത്തെടുത്തപ്പോൾ അവർക്ക് കുഷ്ഠം. And as soon as he took his hands out, he became a leper. നമ്മുടെയൊക്കെ അകത്തിരിക്കുന്ന കുഷ്ഠം പുറത്തൊന്ന് വരണം. And sometimes some of those things inside
inside us, when it comes out, we should be ready to expose everything what we have hidden in our heart. We should be transparent in the presence of our ദൈവിക അഗ്നിയുടെ മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. we should be transparent before the presence of God. മോശ കൈ പുറത്ത് കാണിച്ചപ്പോൾ കൈ കൊണ്ട് കുഷ്ഠം പോലെ When ഇരിക്കുന്നു. Moses took his hand out, he became a leper in his hand. മോശ എന്ന എബ്രായൻ സ്വതവേ വെളുത്തതാ, പിന്നെ അതിന്റെ കൂടെ കൈ പിന്നെ വെളുത്തിരിക്കും. And he was already a fair person and his hand became a leper. ഞാൻ ഏതിൽ അഹങ്കരിക്കുന്നു അതിൽ ദൈവം എന്നെ കൂടുതൽ വെളുപ്പിക്കും. And God will make me give me trouble in the things that I am proud of. മിരിയാമിന് ഒരിക്കൽ ഭയങ്കര ഇതായിരുന്നു അഹങ്കാരം. And once Miriam was very proud of. എന്റെ നാത്തൂൻ എന്റെ അത്ര നിറം പോലെ, അവള് കൂശ് സ്ത്രീയാണ്. And she was belonging to the tribe of Cush. അല്ല, അവൾക്ക് എന്റെ അത്ര നിറമില്ല. And she was not so fair as Moses. അതുകൊണ്ട് അതിന്റെ പേര് മോശയോട് എന്നും വഴക്കാണ്. And she would always fight and argue with Moses. കല്യാണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നല്ല പണി ആലോചിക്കത്തില്ലായിരുന്നു. I will bring a good wife for you. ഈ 40 വർഷം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ പ്രശ്നം തീർന്നില്ലേ? Even after 40 years, there is still a problem in the family. എത്ര നാളായിരുന്നു കൊച്ചുമക്കളായിട്ടും പ്രശ്നം തീർന്നിട്ടില്ല. He had grandsons and grandkids, but still there is problem in the അപ്പൊ family. എന്നിട്ട് പറയുകയാണ് ഈ കൂശ് സ്ത്രീ നിമിത്തമാണ് പ്രശ്നം ഇവിടെ. And I am having problem because of this wife of mine. ദൈവം പറഞ്ഞു, മരിയാമൻ നല്ല സുന്ദരിയാണല്ലോ, വെളുത്തിരിക്കുകയാണ്. And Miriam was a very beautiful person. നീ കുറച്ചുകൂടെ വെളുത്തോളം പറഞ്ഞു. You become a leper. പിന്നെ 7 ദിവസം അവിടെ അറിഞ്ഞു നമുക്ക് കുട്ടം മുങ്ങിയെന്ന്. And she lasted on her. ഞാൻ അഹങ്കരിക്കുന്നതിൽ സ്വർഗം എന്നെ തൊടും. And if you are proud of certain things, God is going to help you. ഏതെങ്കിലും നീ സ്വയം ഉയർത്തിപ്പിടിച്ചാൽ This morning, if you are holding on അത് certain നിമിത്തം things, നീ പരിഹസിക്കപ്പെടേണ്ടി വരും. you will be ridiculed and mocked on those അത് things. നിമിത്തം നിന്നെ പട്ടണത്തിൽ ദൈവം പരസ്യ കോലമാക്കും. And because of those things, you will be ദൈവം mocked. എന്തെങ്കിലും കഴിവോ കൃപയോ കൃപാവരമോ നന്മയോ അനുഗ്രഹമോ തന്നിട്ടുണ്ടെങ്കിൽ അതുമായി വിധേയപ്പെടുന്നവരെയാണ് Given you talents and spiritual gifts, you should be humble before God. അങ്ങനെയാണെങ്കിൽ മോശത്തിന്റെ ഹൃദയം തുറന്നു കാണിച്ചു. And Moses opened his heart before God. അതന്നെ എക്സ്പോസ് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, I am happy with that you have shown everything, revealed everything to me. Put that hand back your bosom. വീണ്ടും അതിടാൻ മറുപടി തരാൻ പറഞ്ഞു. And God asked Moses to put his hand back into his bosom. കൈ തിരിച്ചെടുത്തപ്പോൾ നന്നായിരുന്നു. And when he took his hand out, he was ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ വിഷയത്തിന്റെ പേരിൽ സ്വർഗം നിന്നോട് പിന്നെ കണക്ക് ചോദിക്കത്തില്ല. Once you confess before God over certain things, God is not going to account you later. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe that? എത്ര പാപമാണെങ്കിലും കടിച്ചുവപ്പാണെങ്കിലും But your sins might be as red as crimson. ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത കുഷ്ഠമാണെങ്കിലും ഒരിക്കൽ ദൈവം മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ സ്വർഗം കണക്ക് ചോദിക്കത്തില്ല. But you show before God and He will heal you. ഇന്ന് പകൽക്കാലം ദൈവമഹത്വം വെളിപ്പെടുത്താത്തതിന്റെ കാരണം പലതും നാം ദൈവത്തിൽ തുറന്നു കാണിച്ചിട്ടില്ല. This morning you don't see the glory of God because you are not transparent before God. രണ്ടിൽ തുറന്നു കാട്ടിയ പലതും ഇന്ന് നമ്മെ ഭയപ്പെടുത്തി പുറകെ കൂടിയിട്ടുണ്ട്. Many of the things that you are showing, you have become scared of those things. ഇന്ന് പകൽക്കാലം അതിനെ നാം ആത്മാവിജയമെടുക്കണം. But you should take victory by the Spirit of യേശു God. പറഞ്ഞ ഒരു പാപത്തിനും നിന്നെ അധികാരമില്ല. None of the things that you confess will have any authority over ആര് you. വെളിപ്പെടുത്തിയാലും ആര് പറഞ്ഞാലും if you confess that sin before the Lord, nothing can hold you back, growing in the glory of the Lord. Hallelujah. That you have confessed before God. ധൈര്യത്തോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. This morning worship the God with ആ boldness. ധൈര്യത്തോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. With that boldness, let us worship God. ദൈവസ്നേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് The length and the breadth of the love of God. എന്താ ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് ചോദിച്ചാല് If you ask what is the depth of the love of അവന്റെ God, പാപം സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നു. That is the depth of God's great love. because He dropped your sin into the depths of the ocean. ദൈവസ്നേഹത്തിന്റെ നീളം എന്ന് പറഞ്ഞാല് If you ask what is the length of the love of അവൻ God, എന്റെ പാപങ്ങളെയൊക്കെയും പുറകിലെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. because He has thrown your sin backward. വിശ്വാസയാത്ര ഒരു തിരിച്ചു നടപ്പില്ലാത്തത് കൊണ്ട് ഓരോ ദിവസവും എന്റെ പഴയതിനോട് എനിക്ക് ദൂരം കൂടുതൽ ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Every day in your spiritual life, you are moving farther and farther away from sin. എന്താ ദൈവസ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്? What is the width of the love of God? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവിടുന്ന് ലംഘനങ്ങളെ എന്നോട് അകറ്റിയിരിക്കുന്നു. He has removed your transgressions away from you. ഒരിക്കലും കൂട്ടിമുട്ടാതെ രണ്ട് ദിക്കുകളാക്കി സ്വർഗം എന്റെ പാപത്തെ മാറ്റിയതോർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറയുക.